സൌദിയിൽ പരിഷ്കരിച്ച നിതാഖാത്ത് സെപ്റ്റംബർ 3 മുതൽ പ്രാബല്യത്തിൽ വരും. ചെറുകിട സ്ഥാപനങ്ങൾ ഇതുപ്രകാരം കൂടുതൽ സൌദികളെ ജോലിക്ക് വെക്കേണ്ടിവരും. കൂടുതൽ സ്വദേശികൾക്ക് ജോലി കണ്ടെത്തുക, സൌദികളുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുക, വനിതാവൽക്കരണം ശക്തമാക്കുക, വ്യാജ സൌദിവൽക്കരണം തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പരിഷ്കരിച്ച നിതാഖാത്ത് നടപ്പിലാക്കുന്നത്. സെപ്റ്റംബർ 3-ന് പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിതാഖാത്ത് പ്രകാരം ചെറുകിട സ്ഥാപനങ്ങളിൽ സ്വദേശികളുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കേണ്ടിവരുമെന്ന് സൌദി തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. നഴ്സറി സ്കൂളുകൾക്ക് പരിഷ്കരിച്ച നിതാഖാത്ത് പ്രകാരം ഇടത്തരം പച്ച വിഭാഗത്തിൽ ഇടം നേടണമെങ്കിൽ 85% സൌദികളെ ജോലിക്ക് വെക്കേണ്ടിവരും. നിലവിൽ ഇത് 46%. നിർമ്മാണ മേഖലയിലെ ചെറുകിട സ്ഥാപനങ്ങൾ സ്വദേശിവൽക്കരണം 10% നിന്നും 16% വർദ്ധിപ്പിക്കണം. ജ്വല്ലറികൾ 28% നിന്നും 33%, ഫാർമസികൾ 11% നിന്ന് 19%, ടെലികോം കമ്പനികൾ 33% നിന്നും 45% സൌദിവൽക്കരണം വർദ്ധിപ്പിക്കേണ്ടിവരും. ബസ് കമ്പനികൾ 10 നിന്ന് 15, വിമാന സർവീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ 33 നിന്ന് 38 സൌദിവൽക്കരണം വർദ്ധിപ്പിക്കണം. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പരിഷ്കരിച്ച നിതാഖാത്ത് പ്രകാരം 28% സൌദികളെ ജോലിക്ക് വെക്കേണ്ടിവരും. നിലവിൽ ഇത് 19%. സ്വദേശിവൽക്കരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് വിദേശ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടും. നിതാഖാത്ത് പ്രകാരം സ്ഥാപനങ്ങൾ ഏറ്റവും ഉയർന്ന വിഭാഗത്തിൽ ഇടം നേടണമെങ്കിൽ 100% സൌദികളെ ജോലിക്ക് വെക്കണം. നിതാഖാത്തിനോടൊപ്പം ജനുവരി മുതൽ പുതിയ ലെവിയും പ്രാബല്യത്തിൽ വരുന്നതോടെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വിദേശികളുടെ എണ്ണം വളരെ കുറയുമെന്നാണ് വിലയിരുത്തൽ. ജലീൽ കണമകലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ. ഗൾഫ് ന്യൂസ് സമർപ്പിക്കുന്നത് ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ, മക്രോണ സ്ട്രീറ്റ്, ജിദ്ദ. നഹ്ദ ഹൈപ്പർ മാർക്കറ്റ്, മെയിൻ സ്ട്രീറ്റ്, ഹംദാനിയ, ജിദ്ദ. Strives for perfection, excellence and values in healthcare. Abir Medical Group.